ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസം. ഹായ്, ഓണമൊക്കെ അല്ലേ? അപ്പൊ നമുക്കൊരു പായസം വെച്ച് നോക്കിയാലോ? അപ്പൊ അതാ എന്റെ കയ്യിലുള്ളത് ബ്രാഹ്മിൻസിന്റെ പാലട പായസം മിക്സ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കി നോക്കാം. ബ്രാഹ്മിൻസിന്റെ ഈ പായസത്തിനോടൊപ്പം നമുക്ക് സ്വർണ്ണ നാണയ ഓഫർ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നീഡു 5 മുതൽ ഉറപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് 5 രൂപ തൊട്ട് കിട്ടി. നിങ്ങളെല്ലാവരും മേടിച്ചു നോക്കുക നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന്. അപ്പൊ അതാ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നല്ല നാടൻ നെയ്യാണ്. നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1.5 ലിറ്റർ പാലാണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. 1.5 ലിറ്റർ പാലൊഴിച്ച് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഇനി പായസം ഉണ്ടാക്കാൻ അറിയില്ലാത്തവരൊക്കെയാണ് നിങ്ങളെങ്കിലും നമുക്ക് ഇതിനകത്ത് റെസിപ്പി എഴുതിയിട്ടുണ്ട് ഇവര്, പ്രിപ്പറേഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. 1.5 ലിറ്റർ പാല് ബോയിൽ ചെയ്തിട്ട് 200 ഗ്രാം ബ്രാഹ്മിൻസ് പാലട പായസം ആഡ് ചെയ്യാനാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, ആ മിക്സ്. എന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പായസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഒരുപാട് നേരം നമ്മളിരുന്ന് ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്നാണ് പറയണേ. ശരിയാവില്ല. അപ്പൊ ഇത്ത വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ എപ്പോഴും പായസം വെക്കണത്. ഞങ്ങൾ മെയിനായിട്ട് സേമിയ പായസമാണ് വെക്കണത്. അപ്പൊ ഇത്തായും ഹസ്ബൻഡും ഇപ്പൊ UK ഞാൻ ഒരുപാട് മിസ് ചെയ്യേണ്ട. ഓണമൊക്കെ ആയിട്ട് ഞങ്ങള് ഇത്ത പോകുന്നതിന് തൊട്ട് മുന്നത്തെ ഓണമൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി സദ്യയൊക്കെ വെച്ച് പല കറികളൊക്കെ ഉണ്ടാക്കി പായസവും 2 കൂട്ടം പായസമൊക്കെ വെച്ച് നല്ല അടിപൊളി ഓണമായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും അല്ല. അപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യണ്ട് ഇത്തീനെ. ഇത്തീന്നാണ് വിളിക്കണേ. അപ്പൊ ഈ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി അടയിടാം. അപ്പൊ എനിക്കിഷ്ടം പാലട പായസവും സേമിയ പായസമാണ്. ശർക്കര പായസം ഞാൻ അങ്ങനെ കുടിക്കാറില്ല ഒരുപാട്. എനിക്കങ്ങനെ അതിലിഷ്ടം ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ പറഞ്ഞോന്നറിയില്ല, ഇത് നമുക്ക് പഞ്ചസാരയുടെ കൂടെ ഏലക്ക പൊടിച്ചതും കൂടി മിക്സ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഏലക്കൊന്നും ചേർക്കണ്ട. പിന്നെ നമുക്ക് ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നെയ്യാണ്, ഗീയാണ്. അത് നമ്മൾ ആദ്യമേ തന്നെ ചേർക്കും. നമ്മൾ തേങ്ങാപ്പാലല്ലാട്ടോ ഉപയോഗിക്കുന്നത്, നമ്മൾ പശുപാലാണ്. തേങ്ങാപ്പാലാകുമ്പോൾ 1-ാം പാല് 2-ാം പാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിരിയണം, വലിയ ചടക്കാണ്. ഇതാകുമ്പോൾ നമുക്ക് നാടൻ പാല് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റ് പാല് വാങ്ങിക്കും. അപ്പോൾ അതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കൊള്ളാം, ഞാൻ ഉണ്ടാക്കേണ്ടി പറയില്ല, നല്ലതാണ്. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോടാണ് പറയാനുള്ളത്, നമ്മുടെ ഒരു കുക്കറി ചാനൽ അല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.